9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിർ നന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്ന എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്കൂളിൽ പോകണ്ട, എന്നെ ഈ സ്കൂളൊന്നും മാറ്റിയിട്ടാന്ന്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ സ്കൂളിൽ കഴിഞ്ഞ 11 കൊല്ലം മുമ്പ് ഈ ഒരു സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അവളും അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയൊരു ആളാണ്. എൻ്റെ അനിയത്തിയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്കൂളിൽ പോകണ്ട, എന്നെ സ്കൂൾ ലൈഫ് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ആ ഡൊമിനിക് എന്ന് പറയുന്ന ആ ഒരു നരകത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയ പിന്നെയാണ്. പുറത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് കേട്ട അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളല്ല, അവിടെ പഠിച്ച വ്യക്തികളാണ് പറയുന്നത്. ഞാൻ അടക്കം പഠിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിർ നന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയ ന്യൂസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വാർത്ത നിങ്ങൾ കേൾക്കാതിരുന്നുണ്ടാവില്ല. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ സ്കൂളിൽ കഴിഞ്ഞ 11 കൊല്ലം മുമ്പ് ഈ ഒരു സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. 11 കൊല്ലത്തോളം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 11 കൊല്ലത്തോളം. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട ഒരു ന്യൂസും അല്ലെങ്കിൽ അതും ഇതും ഓരോ ബിറ്റ് കേട്ടിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് നേരിട്ടുള്ള അനുഭവം ഉള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു ഞാൻ. ഇതൊക്കെ അവിടെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇപ്പോൾ ഒരു കുട്ടി മരിച്ചു, ശരിയായിരിക്കും, ചിലപ്പോൾ കുട്ടി മരിച്ചതെല്ലാം ചിലപ്പോൾ അപൂർവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് മാത്രമല്ല, ഒരു കുട്ടി മരിക്കാനിടയായ സാഹചര്യമാണ് നമ്മൾ നോക്കേണ്ടത്. മാനസികമായ പീഡനം എന്ന് പറഞ്ഞാൽ മാനസികമായ പീഡനത്തിൻ്റെ അങ്ങേയറ്റം, അതും പല രീതിക്ക്. ഒരു കുട്ടി ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അത് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന, പഠനത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല. നല്ലപോലെ പഠിക്കാനും അല്ലെങ്കിൽ പല രീതിക്കും അങ്ങനെ സ്കില്ലുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ അതുപോലെ എല്ലാവരും അതുപോലെ ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ ഇവിടെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രം അവർക്ക് ഭയങ്കര താല്പര്യമുള്ളൂ, അല്ലാത്തവരൊക്കെ ഭയങ്കര പുച്ഛമാണ്. അല്ലാത്തൊരൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യില്ല. ആൻഡ് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു വില പോലും ഉണ്ടാവില്ല. അവിടെ പഠിച്ച ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഉൾപ്പെടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടികൾക്ക് ഓരോ ദിവസവും കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്, പഠനത്തിൻ്റെതായ മേഖലയിലുള്ള കൊടുക്കുന്ന ഓരോ പ്രഷർ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല. സ്കൂളിലേക്ക് പിള്ളേർ പോകുന്നത് തന്നെ ഒരു 10 കിലോയിലും കൂടുതലുള്ള ബാഗ് ഏറ്റിക്കൊണ്ടായിരിക്കും ഈ സ്കൂളിലേക്ക് പോകുന്നത്. അതിന് മാത്രം സാധനങ്ങളൊക്കെ ആയിട്ട്. മാത്രമല്ല, ആ സ്കൂളിലെ ലിഫ്റ്റുകളൊന്നും പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് വെറും സ്റ്റാഫ്സിന് മാത്രമുള്ളതാണ്. ഇത്രയും കിലോ ചുമന്നുകൊണ്ട് വരുന്ന ഈ കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാനുള്ളതല്ല അവിടുത്തെ ലിഫ്റ്റുകൾ. അത് മാത്രമല്ല, നമ്മൾ പഠനത്തിൽ കുറച്ച് വീക്കായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാം എന്നല്ല. എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത്, നമ്മളെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റാങ്കിൽ എത്തിക്കാം, ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ആ രീതിയിൽ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആഷിർ നന്ദ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെയും പറയുന്നതാണ്, ഓരോ ഇൻഡിവിജ്വൽസിനെയും, അവിടെ പഠിച്ച ഓരോ ഇൻഡിവിജ്വൽസിനെയും നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പഠിച്ചതെന്നുള്ളത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, എങ്ങനെയൊക്കെയുള്ള ഹറാസ്മെന്റ് നമ്മൾ സഹിച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ പിള്ളേർക്കൊന്നും താങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള പ്രഷർ അല്ല ഇവർ കൊടുക്കുന്നത്. അത് മാത്രമല്ല, മാനസികമായിട്ട് അവർ ടോർച്ചർ ചെയ്യാണ്. ആഷിർ നന്ദയുടെ കേസിൽ തന്നെ ആഷിർ നന്ദനോട് ഒരു ലെറ്റർ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമിന് ഇത്ര മാർക്ക് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ 9ാം ക്ലാസ്സിൽ ഉള്ളതിന് പകരം 8ാം ക്ലാസ്സിൽ പോയിരിക്കേണ്ടി വരുന്നത്. ഏത് കുട്ടിക്കാ സഹിക്കാൻ പറ്റുക? 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിന് കുറച്ചൊരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 8ാം ക്ലാസ്സിൽ പോയിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയെ സമ്മതിക്കുക? ഏത് കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റുക? അതും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെ എങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്താവോ അങ്ങനെയെല്ലാം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഇവർ നോക്കുന്നത്. അല്ലാതെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് എൻ്റെ ക്ലാസ്മേറ്റ്സിന്, എൻ്റെ ഫ്രണ്ട്സിന്, ഇപ്പോഴും ഞാൻ കണക്ഷൻസ് ഉള്ള ഒരുപാട് ഫ്രണ്ട്സിന് സംഭവത്തിനോടനുബന്ധിച്ച് ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ്. പലർക്കും പല രീതിക്കുള്ള ട്രോമാസ് ആണ്. അവിടെ പഠിച്ച ഓരോ കുട്ടികൾക്ക് പോലും എന്തെങ്കിലും ഒരു ട്രോമാസ് ഉണ്ടാവും. ഏറ്റവും റീസെൻ്റ് ആയിട്ട് എൻ്റെ സിസ്റ്റർ അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. എൻ്റെ സിസ്റ്റർ 9ാം ക്ലാസ്സിൽ ഈ പ്രാവശ്യം 9th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 9th ലെവൽ ഉണ്ടായിരുന്നു. ആൻഡ് ഫെബ്രുവരി മാർച്ച് സമയത്താണ് ഇവർക്ക് 9th ക്ലാസ് തുടങ്ങുന്നത്. ഐ മീൻ, നമുക്ക് സാധാ സ്കൂളുകളിലെല്ലാം ജൂണിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ക്ലാസ് തുടങ്ങുന്നത്, ഇവരുടെ എക്സാം ജനുവരിയിലെ കഴിയും. ആൻഡ് ഫെബ്രുവരി മാർച്ച് സമയമാകുമ്പോഴേക്കും ഇവരുടെ നെക്സ്റ്റ് അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഇവരുടെ അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജൂൺ ജൂലൈ ആ സമയമൊക്കെ ആയപ്പോഴേക്കും
അനിയത്തിനോട് പറയാൻ തുടങ്ങി, ചേട്ടാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ് ചേട്ടാ, എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഇനി സ്കൂളിൽ പോവില്ല. കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലവട്ടം എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല സൂയിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷെ അത് തമാശ പോലെയായിരുന്നു ഞാൻ അന്ന് എടുത്തെങ്കിൽ പോലും അതിലെ ഓരോ സീരിയസ്നെസ്സും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം ഈ ആശിർ നന്ദ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ അതേ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയായിരുന്നു എൻ്റെ അനിയത്തി എന്ന് പറയുന്നത്. അവളും അതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയൊരു ആളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി നോക്കണം, ഇതുപോലെയുള്ള ഓരോ കുട്ടികളും, ആ സ്കൂളിൽ പഠിച്ച ഓരോ കുട്ടികൾക്കും ഇതുപോലെയുള്ള ട്രോമാസ് ആണ്. ഇവരെങ്ങനെ പഠിക്കുക? കാരണം പഠിക്കാനുള്ള കാര്യമല്ല, ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ സ്കൂളുകാർ നാണം കെടുത്തുന്നതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോ ദിവസം അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് പിള്ളേർ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്കൊന്ന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്പീക്കറിൽ എല്ലാ ക്ലാസ്സിലും സ്പീക്കർ ഉണ്ടായിരിക്കുമല്ലോ, അവിടുന്ന് ഓഫീസിൽ നിന്ന് അനൗൺസ് ചെയ്യും, പിള്ളേരുടെ പേര് വിളിച്ചിട്ട് പിള്ളേർ അങ്ങോട്ട് ടീച്ചറുടെ അടുത്തേക്ക് എല്ലാം പറയാം, പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയും. അതും ഈ സ്കൂൾ മൊത്തം കേൾക്കണമെന്ന് ആലോചിക്കണം, ഒരു ക്ലാസ്സുകാരല്ല, സ്കൂൾ മൊത്തം ചിലപ്പോൾ കേൾക്കും. ഇനി എന്തെങ്കിലും ഒരു ചെറിയ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അസംബ്ലിക്ക് വിളിച്ച് അസംബ്ലിയിൽ നിന്ന് മാപ്പ് പറയണ വരെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്കൂൾ ബസ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സുകാർ വൈകി കഴിഞ്ഞാൽ പോലും ഈ ക്ലാസ്സിൽ കയറുമ്പോൾ സ്കൂൾ ബസ് വൈകിയതിന് വരെ പിള്ളേർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന ആ ടീച്ചർ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന ഒരു ടീച്ചർ പിള്ളേർ സ്കൂളിൽ എത്തിയപ്പോഴേക്കും വൈകി, കാരണം അവർക്ക് എത്താൻ വേറെ വഴിയില്ല, കാരണം പിള്ളേരല്ലോ വണ്ടി ഓടിക്കുന്നത്. വൈകി സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ചിട്ട് ഈ ചെറിയ പിള്ളേരോട് പറയുന്നതാണ്, നിന്റെ ഒന്നും നാട്ടിൽ വേറെ സ്കൂളില്ലായിട്ടാണോ, വേറെ എവിടെയെങ്കിലും പോയി പഠിക്കും, ഇവിടെ ഒന്നും വരാൻ നിൽക്കരുത്, ഇതാണ് ഈ രീതിയിൽ സ്കൂളിലേക്ക് രാവിലെ കടന്നു വരുന്ന ഒരു ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നതാണ്. മറ്റുള്ള എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ബോധവും ഇല്ലാതെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ മാറ്റി നിർത്തി ആ കുട്ടിയുടെ പേഴ്സണലി ഒരു നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിക്കൊക്കെയാണ് ഓരോ കാര്യങ്ങളും സംസാരിച്ച് അവരുടെ അടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നെങ്കിലും ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ ഡൊമിനിക്സിൽ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും നേരത്തെ നിർത്തി അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഉള്ള ഒരു സമയത്ത് അവരുടെ ഇടയിൽ നിന്നിട്ട് ഈ കുട്ടീനെ ഈ സ്പെസിഫിക്കലി ഈ കുട്ടി ഇപ്പം മാർക്ക് കുറഞ്ഞ ആ ഒരു കുട്ടീനെ നിർത്തി കളിയാക്കുകയും അതുപോലെ നീ ഈ സ്കൂളിൽ നാണക്കേടാണ്, ഇത് എനിക്ക് വരെ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല. നാണക്കേടാണ് അത് ഇതെന്ന് പറഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളെയും ആലോചിച്ച് നോക്കണം, ചെറിയ പിള്ളേരെ വരെ ഇത് ഈ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. സ്കൂളിന്റെ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര റെപ്യൂട്ടഡ് സ്കൂളാണ്, ഇതാണ് ഈ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടി ലൈക്ക് പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്ന റെപ്യൂട്ടേഷൻ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേരെ ഇതുപോലെയുള്ള രീതിക്ക് ഇവർ ഹറാസ് ചെയ്യുന്നതും മെന്റലി ടോർച്ചർ ചെയ്യുന്നത്. ഈ സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന ഈ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ ടീച്ചറോടൊക്കെ നമുക്ക് അവിടെ പഠിച്ച ഒരു കുട്ടികൾക്ക് പോലും ഒന്നും എന്താ പറയുക മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു ലൈഫ് ടൈം ട്രോമ പോലെയാണ്. ഇവരൊക്കെ എങ്ങനെയാണെന്ന് അറിയോ, ഇവര് നമ്മുടെ ചെവിയില് എങ്ങനെയാ പറയാ നഖം ഉണ്ടാവും, നല്ല നഖം ഉണ്ടാവും കാര്യം, എന്നിട്ട് ആ നഖം വെച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പിടിച്ച് വെറുതെ സ്കിന്നിൽ പിടിക്കല്ലേ, ഇറച്ചിയിലേക്ക് ഇതിങ്ങനെ പിടിക്കും, ഇതിങ്ങനെ പിടിച്ചിങ്ങനെ ഇളക്കും ചെവിയിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ നഖം കൊണ്ട് ഇറുക്കും, മുറിവ് പോലെ ആയിരിക്കും, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കറക്കി ഒരൊറ്റ ഇടിയായിരിക്കും. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂസിൽ കാണാം പിള്ളേർ പറയുന്നുണ്ട് ഇവരെന്നെ ചവിട്ടിന്ന്. ഇതൊന്നും ഒരു ടീച്ചറിൽ തീരുന്ന കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേരുണ്ട് വലിയ ആധിപത്യം പിള്ളേരുടെ മേളിൽ, ഭയങ്കര ഓവർ ആധിപത്യം. ഒരു ടീച്ചറായിട്ടല്ല, അടിമകളെ പോലെയാണ് പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ടീച്ചർമാരും ഉണ്ട്, വളരെ അപൂർവം നല്ല ടീച്ചർമാരുണ്ട് ഈ സ്കൂളിൽ, വളരെ നല്ല അപൂർവം ടീച്ചർമാർ മാത്രം ഉള്ള കാര്യം പറയാലോ, വളരെ അപൂർവം. പ്രിൻസിപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊക്കെ ഞാൻ എൻ്റെ കാര്യം എന്തായാലും ഞാൻ പറയണല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുന്നത്, ആ ഒരു പ്രിൻസിപ്പാള് ഒരു ട്രോമ എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ കാല് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര സ്റ്റുഡൻസിനെ നിങ്ങൾ ഇപ്പത്തെ ആണെങ്കിൽ പോലും ഏതൊക്കെയോ കുറെ പാരന്റ്സ് പറയുന്നുണ്ട്, ചെറിയ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ വരെ കാല് പിടിപ്പിച്ചു എന്ന്. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ ഒക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ ആ കൊച്ചിനെ അത് എന്തോരം ഹോണ്ട് ചെയ്യുന്നറിയോ ആ ഒരു കാര്യങ്ങളെല്ലാം. അതാ പറഞ്ഞേ, അതുപോലെയാണ് ഈ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്നത്, അല്ലാതെ ആ ഒരു സ്നേഹം കൊടുത്തോ ആ ഒരു കെയറിങ് കൊടുത്തോ അല്ല ഇവർ പറയുന്നത്. പിന്നെ ന്യൂസിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചിലപ്പോൾ സ്റ്റെല്ല ടീച്ചറും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവരെല്ലാവരും പറയും, ഞങ്ങൾ അതിന് ചെയ്യാൻ വേണ്ടിയാണ്, ഞങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിള്ളേർ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന കാട്ടിക്കൂടലാണോ ഇതൊക്കെ പഠിച്ചാൽ ഞങ്ങൾക്കറിയാം ഇവരെങ്ങനെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളതെന്നുള്ളതെല്ലാം. ഇതിപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഇതെല്ലാം എല്ലാവരും പറയുന്നു എന്നുള്ളൂ. ഒന്നല്ല, ഒരുപാട് പേര് പ്രതികരിച്ച് വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് റൈറ്റിങ്സും ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പുറത്തുനിന്ന് ഇവിടുന്ന് കേട്ട അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളല്ല, അവിടെ പഠിച്ച വ്യക്തികളാണ് പറയുന്നത്. ഞാനടക്കം പഠിച്ച ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്.
10 കൊല്ലം 11 കൊല്ലം ആ സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോലും ഏതൊരാളും സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ നാളുകളായിട്ടാണ് ഞാൻ ആ ഡൊമിനിക്സിന്റെ എന്റെ സ്കൂൾ ലൈഫിനെ കൺസിഡർ ചെയ്യുന്നത്. ഡൊമിനിക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഒരു സ്റ്റേറ്റ് സിലബസിലേക്കൊക്കെ പോയ സമയത്ത്, വേറെ സ്കൂളിലേക്ക് മാറിയ സമയത്ത്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്കൂൾ ലൈഫ് എങ്ങനെയാണെന്നുള്ളതും ടീച്ചർമാർ എങ്ങനെയാണെന്നുള്ളതും ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അതിന് എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ആ ഒരു ടീച്ചർമാർക്കുള്ള ആ ഒരു കൺസിഡറേഷനും അല്ലെങ്കിൽ ആ ഒരു പരസ്പര ബന്ധം എന്ന് പറയുന്നത് അത് ഭയങ്കര വ്യത്യാസമായിരുന്നു. ഭയങ്കര ഒരുപാട് ചേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. സ്കൂൾ ലൈഫ് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ആ ഡൊമിനിക് എന്ന് പറയുന്ന ആ ഒരു നരകത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയ പിന്നെയാണ്. ഇതെൻ്റെ ഒരാളുടെ ഒപ്പീനിയൻ അല്ല, ഒരുപാട് പേരുടെ ഒപ്പീനിയനാണ്, ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്, ഒരുപാട് പേരുടെ ട്രോമാസ് ഉണ്ട്. ഒരു പെണ്ണിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും പ്രേമമായി. ആലോചിക്കണം, ഒരു പെണ്ണിനോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺ സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴേക്കും അത് പ്രണയബന്ധത്തിലേക്ക് ആയി എന്നാണ് ഇവരെല്ലാം ചമച്ചു കൂട്ടുന്നതും അടിച്ചിറക്കി വിടുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് വന്നില്ല എന്നാണെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ കയ്യിലടി, അല്ലെങ്കിൽ പെമ്പിള്ളാറെ നടുക്കൊണ്ടേ ഇരുത്തുക ആമ്പിള്ളാരെ. മീൻസ് ആ പെമ്പിള്ളാറെ നടുക്കൊണ്ടേ ആണുങ്ങൾ ഇരുത്തുമ്പോഴേക്കും ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ ഒരു നമ്മുടെ ചെറിയ കുട്ടികളായിരിക്കും ആ സമയത്ത് നമ്മുടെ അയ്യോ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടേ ഞങ്ങൾ ഇരുത്തി, അയ്യോ എന്തോ വലിയ സംഭവമായി എന്നുള്ള ആ രീതിക്കാണ് നമ്മളെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ചിന്തിക്കാനുള്ള ബോധം കൂടി ഇല്ലാത്ത പ്രായമാണ്. പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക്സിലെ പിള്ളേരെ ആ ഡൊമിനിക്കിലെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പ്രതികരണശേഷി ഇല്ല, പ്രതികരണശേഷി ഉണ്ടാവില്ല. കാരണം ഒരു കുട്ടി എങ്ങാനും പ്രതികരിക്കാൻ വരുമ്പോഴേക്കും നിനക്ക് TC തന്നുകൂടും, അല്ലെങ്കിൽ നിന്റെ അക്കാഡമിക്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി ഈ സ്കൂളില്ല, ഈ സ്കൂളിൽ നീ ഇനി പഠിക്കണ്ട, അതുപോലുള്ള എങ്ങനെയൊക്കെ നമ്മളെ ടോർച്ചർ അവസാനം ആ കൊച്ചിനെ കൊണ്ട് കാല് പിടിപ്പിച്ച് ഇല്ല ഞാനിങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന രീതിക്ക് വരെ ആക്കിയെടുക്കും ഇവര്. എൻ്റെ അനുഭൂതി എന്ന് പറയുന്നതാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുടെയും ആ സ്കൂളിൽ പഠിച്ച ഒരുപാട് പേരുടെയും അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് പേരുടെ കാര്യം അറിയാം. എല്ലാവരും പറയുന്നത് ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഡൊമിനിക്സ് എന്ന് പറയുന്ന സ്കൂളിനെ പറ്റിയിട്ട്. റെപ്യൂട്ടേഷൻ നോക്കിയിട്ട് മാത്രം ഒരിക്കലും കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കരുത്. എൻ്റെ അനിയത്തിയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട. എന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിർ നന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്ന എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്കൂളിൽ പോകണ്ട, എന്നെ ഈ സ്കൂളൊന്ന് മാറ്റിയിട്ടാന്ന് എത്ര കാലം വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ഈ കൊല്ലം ഡൊമിനിക്സിൽ നിന്ന് മാറ്റി കൊച്ചിനെ. ഈ കൊല്ലം കൂടെ ചിലപ്പോൾ ഡൊമിനിക്കിലേക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആഷിർ നന്ദ എന്ന പേര് വന്ന സ്ഥാനത്ത് ചിലപ്പോൾ എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂടെയുള്ള പല കുട്ടികളോ ആയേക്കാം. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ അവസ്ഥ ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആഷിർ നന്ദയുടെ മാത്രമല്ല, ഈ ആഷിർ നന്ദയുടെ ഇതേപോലെ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും മിക്ക കുട്ടികളുടെയും. കാരണം എനിക്കറിയാം, എൻ്റെ അനിയത്തിയുടെ എക്സ്പീരിയൻസ് എനിക്കറിയാം. മീൻസ് ആഷിർ നന്ദയുടെ കൂടെ പഠിച്ച എൻ്റെ അനിയത്തിയുടെ കാര്യം എനിക്കറിയാം. അവൾ അനുഭവിച്ച സ്ട്രെസ്സും കാര്യങ്ങളും അവിടുന്ന് ഉണ്ടായിട്ടുള്ള മാനസിക പീഡനങ്ങളും ഇതുപോലെയുള്ള ടീച്ചേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളും കൊണ്ട് ഇപ്പം ടീച്ചേഴ്സിനെ ഡിസ്മിസ് ചെയ്തു, അങ്ങനെയെല്ലാം ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഡിസ്മിസ് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. ഡിസ്മിസലിനൊന്നും തീരാൻ പാടില്ല. കാരണം ഡിസ്മിസൽ ചെയ്താൽ എന്താ, കുറച്ച് ദിവസം വീട്ടിലിരുന്ന് ചിലപ്പോൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവർ വേറെ വല്ല സ്കൂളിൽ ചേരുമായിരിക്കും. ഈ ഡൊമിനിക്സ് ഒക്കെ തുടങ്ങിയ കാലം മുതലുള്ള ടീച്ചേഴ്സാണ് ഈ പറയുന്ന തങ്കവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റെല്ല എന്ന് പറയുന്ന ടീച്ചറും. ഇവരൊക്കെ ഡൊമിനിക്സ് തുടങ്ങിയ കാലം മുതലുള്ളതാ. ആലോചിക്കണം. ആളുകളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിലും എല്ലാം ഇവര് ഡിസ്മിസ് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവർ തിരിച്ചു വരുമല്ലോ എന്നൊന്നും നിങ്ങളാരും അറിയാൻ പോണില്ല. ആ സ്കൂളിൽ പിന്നെയും ഇനി പഴയ പോലെ എന്തൊക്കെ നടക്കുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ ടീച്ചേഴ്സിനെ എടുക്കുമ്പോഴും അത്രയും ഫിൽട്ടർ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ ഇനി കുട്ടികളടക്കം പ്രതികരിക്കണം, നല്ലതുപോലെ പ്രതികരിക്കണം. ഒരു ടീച്ചറുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യണം. സ്കൂളിൽ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യണം.